ഇക്കൊല്ലത്തെ SSLC ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവറായിട്ട് പ്ലാൻ ഹോർമോൺസ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. നമ്മത് കാണാപ്പാടം പഠിച്ചാണ് പോണേന്നുണ്ടെങ്കിൽ ആ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആകെ ടെൻഷനായിട്ട് അത് തെറ്റിപ്പോവും, ഷുവറായും തെറ്റിപ്പോവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതൊരു കഥ രൂപേണ നമുക്കിത് പഠിക്കാം. നമ്മുടെ ഈ കഥയിലെ കഥാപാത്രമാണ് ആര്? രാമു. രാമുവിന് റോട്ടിൽ കൂടെ നടന്നു പോയപ്പോൾ എന്ത് കിട്ടി? താഴെ വീണ് ഒരു മാമ്പഴം കിട്ടി, നല്ല മധുരമുള്ള മാമ്പഴം. അപ്പം രാമു വിചാരിച്ചു, ഇത് ഞാൻ മാത്രം കഴിച്ചാൽ പോരാ, പിന്നെയോ തൻ്റെ മക്കൾക്കും കൂടി ഇത് കഴിക്കാൻ കിട്ടണം. അവർക്ക് ഇന്ന് മാത്രമല്ല ഭാവിയിലും ഇതെന്ത് ചെയ്യണം, കഴിക്കാൻ പറ്റണം. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ മാമ്പഴത്തിൻ്റെ വിത്ത് എന്ത് ചെയ്യണം? കുഴിച്ചിടണം അല്ലേ? അപ്പം രാമു എന്താട്ടി, ആ വിത്ത് എടുത്തുകൊണ്ട് വന്ന് എവിടെ കുഴിച്ചിട്ടു? രാമുവിൻ്റെ വീടിൻ്റെ മുൻവശത്തായിട്ട് കുഴിച്ചിട്ടു. ഇതാര് കണ്ടു? രാമുവിൻ്റെ മക്കളായ ജിബർലിൻ കണ്ടു. രാമുവിന് 3 മക്കളാണുള്ളത്: ജിബർലിൻ, സൈറ്റോകൈൻ, ഓക്സിൻ. മാമ്പഴം കുഴിച്ചിടുന്ന കണ്ടപ്പോൾ ജിബ്രലിൻ എന്ത് ചെയ്യും, ഓടിപ്പോയിട്ട് കുറച്ച് വെള്ളം എടുത്തു തന്നിട്ട് ആ മാമ്പഴം കുഴിച്ചിട്ടതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തു. അപ്പം വെള്ളം ചെന്നപ്പോൾ ഇതിനെന്ത് സംഭവിച്ചു? മാമ്പഴം മുളയ്ക്കാൻ തുടങ്ങി അല്ലേ? ആ വിത്ത് മുളയ്ക്കാൻ തുടങ്ങി, റൂട്ടും സ്റ്റെമ്മും ഒക്കെ വന്നു അല്ലേ? റൂട്ടും സ്റ്റെമ്മും വരണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, സെൽ ഡിവിഷൻ നടക്കണം. പിന്നെയോ ആ മാമ്പഴം ഈ വെള്ളം തന്നപ്പോൾ, വെള്ളം കിട്ടിയപ്പോൾ ജിബ്രലിനോട് പറഞ്ഞ് നന്ദിയായിട്ട് മനസ്സിൽ വിചാരിച്ചെന്ത്, ഞാൻ വേഗം വളർന്നിട്ട് എനിക്ക് ഈ വെള്ളം തന്ന ജിബ്രലിന് എന്ത് കൊടുക്കും? ഫ്രൂട്ട്സും കുറേ സീഡ്സും ഒക്കെ ഞാൻ ഉണ്ടാക്കും എന്ന് ആര് മനസ്സിൽ വിചാരിച്ചു? മാമ്പഴം വിചാരിച്ചു. അപ്പം നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു നോക്കാം. ബ്രേക്ക് സീഡ് ഡോർമൻസി. ബ്രേക്ക് സീഡ് ഡോർമൻസി എന്ന് വെച്ചാൽ എന്താ? സീഡ് ജെർമിനേറ്റ് ചെയ്യുക അല്ലേ? പിന്നെന്താ? സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻസ് ഇൻ ബോത്ത് സ്റ്റെം ആൻഡ് റൂട്ട് അല്ലേ? അതെന്ത് ചെയ്തു? വെള്ളമൊഴിച്ചപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു അല്ലേ, പെട്ടെന്ന് അത് വളരാൻ തുടങ്ങി അല്ലേ? റൂട്ടും അതിൻ്റെ സ്റ്റെമ്മും വന്നു. അപ്പം അതെന്താ? ജിബ്രലിൻ എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്തു? സെൽ ഡിവിഷൻ. എവിടുത്തെ? സ്റ്റെമ്മിലെയും റൂട്ടിലെയും അല്ലേ? സെൽ ഡിവിഷൻ നടന്നാലല്ലേ വളർച്ച ഉണ്ടാവുക, നമുക്കത് അറിയണ കാര്യമല്ലേ? അപ്പം അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. പിന്നെന്താ? ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. നമ്മൾ പറഞ്ഞു അല്ലേ, അതിന് മാമ്പഴം വിചാരിച്ചു അല്ലേ, വളർന്നിട്ട് എന്ത് കൊടുക്കണം? കുറേ ഫ്രൂട്ട്സ് കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പം എന്താ? ജിബ്രലിനായിട്ട് എന്ത് കണക്ട് ചെയ്യാം? ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. അപ്പം ഇങ്ങനെ ജിബ്രലിൻ വെള്ളമൊക്കെ ഒഴിച്ച് അതിനെന്ത് വന്നു? 2 ഇലയൊക്കെ വന്നു അല്ലേ? താഴത്തേക്ക് ചെറിയൊരു റൂട്ട് പോലെയൊക്കെ വന്നു. ആ നേരത്താണ് ആര് വരുന്നേ? നമ്മുടെ രാമുവിൻ്റെ മകൻ, 2ാമത്തെ മകനായ ആര് വരുന്നേ? സൈറ്റോകൈനിൻ. സൈറ്റോകൈനിൻ പേരിൽ തന്നെ ഉണ്ടല്ലേ ആളെങ്ങനത്തെ ഒരാളാന്ന്? എല്ലാവരും ഒന്ന് സൈറ്റ് അടിക്കും. ആളിച്ചിരി ഒരു പൂവാലനാണ്, കോഴിയാണല്ലേ? അപ്പം ആരാ 2ാമത്തെ ആള്? സൈറ്റോകൈൻ. സൈറ്റോകൈൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് കാണാണ് സൈറ്റോകൈൻ എന്ത് ഒരു മാമ്പഴത്തൈ വളർന്നത്. അപ്പം ആളുടെ പ്രേമത്തെക്കുറിച്ച് അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങി. ആളുടെ കാമുകിനൊക്കെ കൊണ്ടുവന്ന് ഈ മരത്തിനൊക്കെ കുറച്ച് വണ്ണുണ്ടെന്നുണ്ടെങ്കിൽ എന്താല്ലേ, ഇങ്ങനെയൊക്കെ ഒളിഞ്ഞ് പണ്ടത്തെ പ്രേമ നസീറിൻ്റെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ആ പ്രേമരംഗങ്ങളൊക്കെ ആളിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സൈറ്റോകൈൻ ആളിച്ചിരി പ്രശ്നമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ, ഒന്നിലധികം വളച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തായിട്ട്. അപ്പോൾ പല സ്ഥലത്തുനിന്ന് പല ആൾക്കാരുണ്ടാവും. ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നോക്കോ നമ്മൾ. പിന്നെ അത് മാത്രമല്ല, ഇവരെ മീറ്റ് ചെയ്യാൻ പോകുന്നത് പല സ്ഥലത്തായിരിക്കില്ലേ. ചിലർ നമ്മൾ ബീച്ചിൽ കാണാൻ പോകും, വേറെ ആളെ നമ്മൾ എവിടെ ആയിരിക്കും? പാർക്കിലായിരിക്കും, മറ്റാൾ എവിടെ ആയിരിക്കും? ബസ് സ്റ്റോപ്പിലൊക്കെ ആയിരിക്കും, പല സ്ഥലത്തൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്യും. എന്താണ് ഡിഫറൻസിയേഷൻ? പിന്നെ പ്രേമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്തായിരിക്കും? കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആയിരിക്കും. പിന്നെ എന്തായിരിക്കും? ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആവും. കാരണം എന്താണ്? മുഖമൊക്കെ ഒട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ കാണാൻ അങ്ങനെ അട്രാക്ഷൻ ആവില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയ ഫുഡ് കുറച്ച് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മൾ എന്തായിരിക്കും? എപ്പോഴും യങ് ആയിരിക്കാൻ നോക്കും അല്ലേ? നല്ല സ്മാർട്ടായിട്ട് യങ് ആയിട്ടൊക്കെ ഇരിക്കാൻ നോക്കും. അപ്പം നമുക്കിതെങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. നോക്കിയേ, സൈറ്റോകൈൻ സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ അല്ലേ? സൈറ്റോകൈൻ വിചാരിക്കും എത്രയും പെട്ടെന്ന് ഇതൊന്ന് വലുതായാൽ മതി എന്നല്ലേ? അപ്പം പിന്നെന്താ? സെൽ ഡിഫറൻസിയേഷൻ. നമ്മൾ പറഞ്ഞല്ലേ, സൈറ്റോകൈൻ എന്താണ്? പല ഭാഗങ്ങളിൽ വെച്ച് ഡിഫറെൻറ്റ് പ്ലേസ് വെച്ചിട്ടാണ് മീറ്റ് ചെയ്യണ ഓരോരുത്തര. അപ്പം എന്താണ്? സൈറ്റോകൈൻ ആണെങ്കിൽ സെൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന ഇൻ ജെർമിനേറ്റിംഗ് സീഡ്സ് അല്ലേ? വളർന്ന ജെർമിനേഷൻ നടന്ന ആ ഒരു പ്ലാന്റിൽ ആരാണ് സഹായിക്കുന്നത്? സെൽ ഡിവിഷനും സെൽ ഡിഫറൻസിയേഷനും സഹായിക്കുന്നത് ആരാണ്? സൈറ്റോകൈൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു സ്റ്റിമുലേറ്റ് ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്. എന്താ? വണ്ണം വെക്കാൻ അല്ലേ? നമ്മൾ പറഞ്ഞല്ലേ, മരച്ചുറ്റി പ്രേമൊക്കെ പ്രേം നസീറിന്റെ കാലത്തായ ഇതൊക്കെ ആലോചിച്ച് നോക്കാം. അപ്പം എന്താണ്? ആ ലാറ്ററൽ ആയിട്ടുള്ള ബഡ്സിന്റെ ഗ്രോത്തിന് ആരാ സഹായിക്കുന്നത്? സൈറ്റോകൈൻ ആണ് കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്യാം.
ഡിലേ സെനസെൽസ് ആൻഡ് റീറ്റെയിനിങ് ദ ഗ്രീൻ കളർ ലീവ്സ്. എന്താ ഈ ഒരു പച്ച കളറിലുള്ള ഇലകളെ നിലനിർത്താൻ സഹായിക്കുന്നു അല്ലെ സൈറ്റോകൈൻസ്. അപ്പം എന്താണ് ഏജിങ് ആവാതിരിക്കുക അതിനാണ് സഹായിക്കുന്നത് ആര് സൈറ്റോകൈൻ നമ്മൾ പറഞ്ഞു അല്ലേ. ഇതൊക്കെ ആ ഒരു സ്റ്റോറിയുമായിട്ട് റിലേറ്റ് ചെയ്യുക. പിന്നെ പ്രൊമോട്ട് ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ടു ഗ്രോയിങ് റീജിയൻ. എന്ത് കൊടുക്കും ട്രാൻസ്പോർട്ട് ചെയ്യും എന്ത് നമ്മളുടെ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പ്രേമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നല്ല ഫുഡ് ന്യൂട്രിയൻസ് ഉള്ള ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങും. പിന്നെ എന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങാനൊക്കെ പോകും. അങ്ങനെയൊക്കെ ചിന്തിക്കുക ട്രാൻസ്പോർട്ട് അങ്ങനെ ആ ഒരു രീതിയിലും കണക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ സൈറ്റോകൈൻ്റെ പ്രേമൊക്കെ കണ്ടിട്ട് അവിടെ വേറൊരാളും കൂടി ഇരിക്കണ്ടല്ലേ കുശുമ്പൊക്കെ ആയിട്ട്. ആരാ? ഓക്സിൻ ഇരിക്കുന്നുണ്ട്. ഓക്സിന് കുശുമ്പാണോ നല്ലതിനാണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഓക്സിൻ ചെന്നിട്ട് സൈറ്റോകൈനോട് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് പറയും. എന്തെന്ന് പറഞ്ഞു കൊടുക്കും? ചുറ്റിക്കളി ഒന്നും അത്ര നല്ലതല്ല, ഒന്നൊക്കെ ഒന്ന് കുറയ്ക്കുക. പിന്നെ നീ എന്താ പറയാ നമ്മ പറയല്ലേ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് വളർന്നിട്ടൊന്നുമില്ല, കറങ്ങി നടക്കാൻ മാത്രമൊന്നും നീ വളർച്ചെത്തിയിട്ടില്ല. നീ കുറച്ചും കൂടിയും പൊക്കൊക്കെ വെക്കട്ടെ, ചേട്ടന്റെ രാജിബറലിന്റെ അത്രയൊക്കെ എത്തട്ടെ, കുറച്ച് പൊക്കൊക്കെ വെക്കട്ടെ എന്ന് പറയല്ലേ. അപ്പൊ നീളം കൂടാനാണ് ആര് സഹായിക്കണേ? നമ്മുടെ ഓക്സിൻ സഹായിക്കണേ. അങ്ങനെ ഓർക്കാം. പിന്നെന്ത് ചെയ്യും? വിളിക്കണോടത്തും പോണോടത്തും ഒന്നും എല്ലായിടത്തേക്കും നീ കറങ്ങാൻ പോവാൻ നിൽക്കണ്ട. അങ്ങനെ എല്ലാ സ്ഥലവും എന്തല്ല സേഫ് അല്ല എന്ന് പറയും. അപ്പം അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? റെഗുലേറ്റ് ട്രോപ്പിക് മൂവ്മെന്റ്സ്. അതിന് മൂവ്മെന്റ്സിനൊക്കെ എന്ത് ചെയ്യും? റെഗുലേറ്റ് ചെയ്യണമെന്ന രീതിയിൽ കണക്കാക്കാം. പിന്നെ എന്തെന്ന് പറയും? എല്ലാ കാര്യവും കുറ്റപ്പെടുത്തി പറഞ്ഞ ആള് തെറ്റിദ്ധരിച്ചെങ്കിലോ സൈറ്റോകൈൻ എനിക്ക് കുശുമ്പണത് തെറ്റിദ്ധരിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഓക്സിൻ എന്തൊന്നും കൂടിയും പറയും ഇടയ്ക്കിടയ്ക്കൊക്കെ വേണമെങ്കിൽ ഒരു പൂവും വല്ലപ്പോഴൊക്കെ വല്ല ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ മേടിച്ച് കഴിച്ചോ, അല്ലാതെ എപ്പോഴും വേണ്ട. അല്ലെങ്കിൽ ആ രീതിയിൽ പറയും. എന്തിനാ ബാക്കി ഇത്രയും കാര്യങ്ങൾ പുറത്ത് കറങ്ങാൻ പോണ്ട, നീ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചതുകൊണ്ട് ആ വണ്ണം ഇത്തിരി കുറക്കി, പിന്നെ നീ എന്താ ചേട്ടൻ്റെ അത്രയും പൊക്കം വെച്ചിട്ടില്ല, നീളം വെച്ചിട്ടില്ല, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾക്ക് തോന്നണേ ഇത്രയും കുറ്റായിട്ട് പറയണ്ട, ആള് നീ എന്നെ തെറ്റിദ്ധരിക്കേണ്ടെന്ന് വെച്ചിട്ട് ആള് പറയുന്നതെന്ന് പറയും നീ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കണതിലൊന്നും തെറ്റൊന്നുമില്ല, പിന്നെന്താ വല്ലപ്പോഴൊക്കെ ഒന്ന് ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കാൻ വേണമെങ്കിൽ പോയിക്കോ, ആ രീതിയിൽ പറയും. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം? ഓക്സിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാ? ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ സ്റ്റെം അല്ലെ, പൊക്കം വെക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ല. അപ്പൊ ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ സ്റ്റെം അങ്ങനെ കണക്ട് ചെയ്യാം. ഇൻഹിബിറ്റ് ലാറ്ററൽ ബഡ് ഗ്രോത്ത് അല്ലെ, അതിന്റെ വണ്ണം വെക്കൽ എന്ത് ചെയ്യും? കുറച്ചൊന്ന് കുറയ്ക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ല. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുക. ഇൻഹിബിറ്റ് ചെയ്യാ ലാറ്ററൽ ബഡ് ഗ്രോത്ത്. പിന്നെയോ റെഗുലേറ്റ് ട്രോപ്പിക് മൂവ്മെന്റ്സ് അല്ലെ, മൂവ്മെന്റ്സ് ഒക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അല്ലെ, അങ്ങനെ കണക്ട് ചെയ്ത് എന്താ? റെഗുലേറ്റ് ട്രോപ്പിക് മൂവ്മെന്റ്സ്. പിന്നെയോ സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. കുറച്ചും ഇതും പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞല്ലേ സപ്പോർട്ടായിട്ട്. എന്ത്? ഫ്ലവറും ഫ്രൂട്ട്സും കൊടുത്തോളാൻ. അപ്പം അതെങ്ങനെ പറയാം? കണക്ട് ചെയ്യാം. സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇനി ഇതെല്ലാം കണ്ട് അപ്പുറത്ത് ആരുണ്ട്? രണ്ട് കുശുംബന്മാരായ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ആരാണത്? എത്തിലീനും അബ്സിസിക് ആസിഡും. അപ്പം നമ്മുടെ ഈ മാവൊക്കെ വളർന്ന് എന്തായി ഈ സമയം കൊണ്ട്? വലിയ കായയും ഫ്രൂട്ട്സൊക്കെ ആയി തുടങ്ങി അല്ലേ, ഫോർമേഷനൊക്കെ ചെയ്തു തുടങ്ങി. മാമ്പഴമൊക്കെ ഇങ്ങനെ കുഞ്ഞു വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ എത്തിലിൻ അബ്സിസിക് ആസിഡ് ആരാണ്? ഭാര്യയും ഭർത്താവും കേട്ടോ. അപ്പം എത്തിലിന് പറയാണ്, എത്തിലിന് ഈ മാവിൻ്റെ ഇലയൊക്കെ വീഴാനായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മനസ്സിലായ? അപ്പം ഇതൊക്കെ കണ്ടിട്ട് എത്തിലിൻ ചെന്നിട്ട് പറയും, രാമനോട് പറയും, എന്തെന്ന് പറയും? രാമുവിനോട് പറയുന്നത്, ഇതൊക്കെ ഈ മാവിൻ്റെ ഇലയൊക്കെ ഞങ്ങളുടെ പറമ്പിൽ വീണ് ഞങ്ങൾക്ക് അടിക്കാൻ പറ്റൂല കേട്ടോ, ഞങ്ങൾക്ക് പാടില്ലല്ലോ ഇങ്ങനെ തന്നെ അല്ല, അവർക്ക് എന്ത് കുശുമ്പായിട്ടെന്ന് പറയാനാണ്. അപ്പോൾ നമുക്കതിനെങ്ങനെ കണക്ട് ചെയ്യാം? പഴുക്കൽ അല്ലെ, മാങ്ങ പഴുക്കാനും ഫ്രൂട്ട്സ് പഴുക്കാനും ഇല കൊഴിയാനൊക്കെ ആയിട്ട് ആരാ സഹായിക്കുന്നത്? ഏജിങ്ങിന്, ലീവ്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഏജിങ്ങിന് ആര് സഹായിക്കുന്നു? എത്തിലിന് സഹായിക്കുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, എത്തിലിൻ ഏതാണ്? ഗ്യാസ് രൂപത്തിലാണ് കേട്ടോ, ഏക സസ്യ ഹോർമോണാണ്. ഗ്യാസ് രൂപത്തിലുള്ള ഏക സസ്യ ഹോർമോണാണ് ആര്? എത്തിലിൻ. ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു നോക്കിയേ. play a role in the degradation of chlorophyll, protein, nucleic acid leading to the aging of leaves and flowerings and ripening of fruits. അല്ലേ, ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ഏജ് ആവാനും പഴം പഴുക്കാനുമാണ് ആര് സഹായിക്കുക? എത്തിലിൻ അതുപോലെ നമ്മുടെ കഥയിലെ ആരാ? ജിബർലിനും അബ്സിസിക് ആസിഡും തമ്മിൽ ആരാ? ചെറിയൊരു വഴക്കുണ്ട് അല്ലേ. അവർ തമ്മിൽ നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങളാണ്. അവർ തമ്മിൽ ചെറിയ പിണക്കാണ്, ചെറുതല്ല, അവർ തമ്മിൽ ഭയങ്കര ശത്രുക്കളാണെന്ന് ചിന്തിക്കുക, നേരെ എതിരാണെന്ന് വിചാരിക്കുക കേട്ടോ. അതുപോലെ
ചേട്ടനായിട്ട് വഴക്കമുള്ള ഒരാളായിട്ട് അനിയന്മാരിൽ ചില അനിയന്മാർ കൂട്ടുകൂടായിരിക്കും, ചിലർ ഒരു വിഷമം കാണിക്കും അല്ലേ. അപ്പോൾ സൈറ്റോകൈനും അങ്ങനെ തന്നെയാണ്. എന്താണ്, തൻ്റെ ചേട്ടനോട് ചെറിയൊരു മിണ്ടാട്ടം ഇല്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഈ അബ്സിസിക് ആസിഡ് ഈ സൈറ്റോകൈൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂവാലനായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനെ കുറിച്ചൊക്കെ കുറ്റം പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൈറ്റോകൈനിനും ആരോട് ചെറിയൊരു എതിർപ്പുണ്ട് അബ്സിസിക് ആസിഡായിട്ട്. അങ്ങനെ ചിന്തിക്കാം. ഇനി ഈ അബ്സിസിക് ആസിഡ് നമ്മൾ പറഞ്ഞു അല്ലേ, ആദ്യം തന്നെ ആരെ പറഞ്ഞയച്ച്, എത്തിലിനെ പറഞ്ഞയച്ച്, ഭാര്യയായ എത്തിലിനെ പറഞ്ഞയച്ചിട്ടാണ് പറഞ്ഞത് ഇതേ മാവിൻ്റെ ഇലയും മാങ്ങയൊക്കെ പഴുത്തു തുടങ്ങുന്നുണ്ട്, ഇതെന്ത് ചെയ്യരുത്, ഞങ്ങളുടെ പറമ്പിക്ക് വീഴരുതെന്ന് ഭാര്യമാരെയാണ് ആദ്യം പറഞ്ഞയക്കല്ലേ. പെണ്ണുങ്ങൾ പോയി പറഞ്ഞിട്ട് കേൾക്കാണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, ഭർത്താക്കന്മാർ വരും. അപ്പം രാമു അതെന്ത് ചെയ്തില്ല, മുറിച്ചൊന്നും കളയാനോ അതിനൊന്നും നിന്നില്ല. അപ്പം ആര് ചെന്നു, അബ്സിസിക് ആസിഡ് ചെന്നു. അബ്സിസിക് ആസിഡ് ചെന്നിട്ട് എന്തെന്ന് പറഞ്ഞു, ഒരു തുണ്ട് പോലും ഇനി വളർച്ച ഞങ്ങളുടെ പറമ്പിലേക്ക് വരരുത്, നിങ്ങളുടെ മാവിൻ്റെ കൊമ്പിൻ്റെ. പിന്നെന്താ, ഒരു മാവിൻ്റെ ഇലയൊക്കെ വീണ് തുടങ്ങിയപ്പോഴായിരിക്കും അല്ലെ, ശല്യമായി തുടങ്ങിയപ്പോഴായിരിക്കും ആര് ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുക, അബ്സിസിക് ആസിഡ് ചെന്ന് ഇടപെടാം. അല്ലാതെ തുടക്കത്തിലേ ചെന്ന് അവർ ഇടപെടൂല അല്ലേ. അപ്പം എന്താണ്, അവിടെ മെച്ചുവർ ലീവ്സും ഫ്രൂട്ട്സും ഒക്കെ എന്താ നടന്നിട്ടുണ്ട്, അബ്സെഷൻ നടന്നിട്ടുണ്ട്, കൊഴിഞ്ഞു വീണിട്ടുണ്ട്. പിന്നെയോ പോരുന്ന വഴിക്ക് എന്താട്ടി, നല്ല മാങ്ങയാണ് കാണാനായിട്ട്, നല്ല മാമ്പഴമാണ്, നല്ല മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ടാണ് നമ്മുടെ രാമു അത് കുഴിച്ചിട്ടത്. ഒരു മാങ്ങയുടെ ഒരു വിത്ത് സീഡ് എടുത്തിട്ട് ആര് കൊണ്ടുവന്നിരുന്ന്, അബ്സിസിക് ആസിഡ് കൊണ്ടുവന്നിങ്ങാണ്ട് അവിടെ സൂക്ഷിച്ച് വെച്ച്. എന്തിന്, മഴക്കാലം വരുമ്പോൾ കുഴിച്ചിടാൻ വേണ്ടി. ഇപ്പം വേനപ്പകലല്ലേ, മാങ്ങ കായ്ക്കുന്ന സമയം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, മാർച്ച് ഏപ്രിൽ ടൈമിലേക്കാണ്. അപ്പോൾ കുഴിച്ചിട്ടാൽ ചിലപ്പോൾ മുളയ്ക്കൂല. അപ്പം എന്താട്ടി, അബ്സിസിക് ആസിഡ് മാങ്ങ എടുത്തിട്ട് എന്ത് ചെയ്ത് സൂക്ഷിച്ച് വെച്ച്, മാങ്ങയുടെ വിത്തെടുത്തിട്ട് സൂക്ഷിച്ച് വെച്ച്. എപ്പോഴത്തേക്ക് മഴക്കാലം ഒരു ഫേവറബിൾ ആയ ഒരു കാലാവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യുക, ഈ മാങ്ങയുടെ സീഡ് നമുക്കും കുഴിച്ചിടാന്നും പറഞ്ഞിട്ട് അബ്സിസിക് ആസിഡ് എടുത്തു വെച്ചു. എങ്ങനെ കണക്ട് ചെയ്യാന്ന് നോക്കിയേ, മെയിൻറ്റെയിൻ ഡോർമെൻസി ഓഫ് സീഡ്സ് അൺടിൽ ദ ഫേവറബിൾ കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താ, വിത്ത് മുളയ്ക്കാൻ അതിനൊരു സാഹചര്യമാകുന്ന കാലാവസ്ഥ വരുന്നത് വരെ അതെന്ത് ചെയ്യും, ഒരു ഡോർമൻസി മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ പറഞ്ഞല്ലേ, വിത്ത് എടുത്തു വെച്ചു അബ്സിസിക് ആസിഡ്. പിന്നെന്താ, ഇൻഹിബിറ്റ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ് പാർട്ട്. പറഞ്ഞല്ലേ, എൻ്റെ പറമ്പിലേക്ക് നിങ്ങളുടെ മാവിൻ്റെ കൊമ്പ് വരരുതെന്ന് പറഞ്ഞു അല്ലേ അബ്സിസിക് ആസിഡ്. അപ്പോൾ ആ രീതി ചിന്തിക്കുക, എന്ത് ചെയ്തു, ഇൻഹിബിറ്റ് ചെയ്തു ഗ്രോത്ത്. പിന്നെ എപ്പോഴാണ് അബ്സിസിക് ആസിഡ് പോയി ഇടപെട്ടത്, കുറേ മാങ്ങയും മാവിൻ്റെ ഇലയും അവരെ വീടിൻ്റെ ഉമ്മർത്ത് വീണ് തുടങ്ങിയപ്പോഴാണല്ലേ, അവരെ പറമ്പിലേക്ക് വീണ് തുടങ്ങിയപ്പോഴാണ് അപ്പോഴാണ് പോയി പറഞ്ഞത് അല്ലേ. അപ്പം നമുക്കതിനെങ്ങനെ കണക്ട് ചെയ്യാം, പ്രൊമോട്ട് അബ്സെഷൻ ഓഫ് മെച്ചർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. സെറ്റായില്ലേ, കിട്ടിയില്ല എല്ലാവർക്കും ഇത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ പ്ലാന്റ് ഹോർമോൺസ് ഏതൊക്കെയാ, ജിബ്രലിൻ, സൈറ്റോകൈനിൻ, ഓക്സിൻ. ഇവർ മൂന്നാളും ഗ്രോത്ത് പ്രൊമോട്ടിങ് ഹോർമോൺസ് ആണ്, ഗ്രോത്ത് കൂട്ടുന്ന ഹോർമോൺസ് ആണ്. എത്തിലിനും അബ്സിസിക് ആസിഡ് എന്താ, ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ആണ്. നമുക്ക് അതേലൊരു കാര്യം പറഞ്ഞില്ലേ, അബ്സിസിക് ആസിഡും ജിബ്രലിനും എന്താ ജന്മശത്രുക്കളാന്ന് പറഞ്ഞിരുന്നു അല്ലേ. അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, സൈറ്റോകൈനിനും ശത്രുവാന്ന് പറഞ്ഞു. സൈറ്റോകൈനും ജിബ്രലിനും എന്താ സെൽ ഡിവിഷനെയാണ് സഹായിക്കുന്നത്. പക്ഷേ അബ്സിസിക് ആസിഡോ ഇൻഹിബിറ്റ് ചെയ്യാണ് അല്ലേ, ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യണം. അപ്പം അത് ഓപ്പോസിറ്റ് ആയ ക്യാരക്ടർ അല്ലേ. പിന്നെ ജിബ്രലാണ് ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞു അല്ലേ. അതപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യണേ, അബ്സിസിക് ആസിഡ് ഡോർമൻസി എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. വിത്ത് മുളയ്ക്കാതെ, അതായത് ഒരു ഫേവറബിൾ കണ്ടീഷൻ വരുന്നത് വരെ ആ വിത്തിനെ എന്ത് ചെയ്യാണ്, കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ, സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ജിബ്രലിന് എന്താ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുക അല്ലേ. അതെന്ത് ചെയ്യാണ്, നമ്മളുടെ ഡോർമൻസി ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ആര് സഹായിക്കുന്നത്, ജിബ്രലിൻ സഹായിക്കുക. സീഡ് ജെർമിനേഷനാണ് ആര് സഹായിക്കുക, ജിബ്രലിൻ സഹായിക്കുക. സെൽ ഡിഫറൻസിയേഷനൊക്കെ ആരാ സഹായിക്കണേ, സൈറ്റോകൈൻ ആണല്ലേ. പിന്നെ എന്താണ്, ഏജിങ്ങിന് ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെ, ഡിലേ ചെയ്യിക്കുക. ഗ്രീൻ കളർ ലീഫിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെയാണ് ആര് സഹായിക്കുക, സൈറ്റോകൈൻ സഹായിക്കുക അല്ലെ. ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ടു ഗ്രോയിങ് റീജിയൻസ് അല്ലെ, ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാനും സൈറ്റോകൈൻ സഹായിക്കും. പിന്നെന്താ, ഓക്സിൻ അല്ലെ. ഓക്സിൻ എന്താ പറഞ്ഞു, നമ്മ കുറച്ച് കുശുമ്പൊക്കെ പറഞ്ഞു കൊടുത്താൽ എന്താണ്, കൂടുതൽ പൊക്കം വെക്കാൻ. അപ്പം എന്താണ്, ലെങ്ത് ഓഫ് ദ സ്റ്റെമിന് ലെങ്ത് വെക്കാൻ ആരാ സഹായിക്കുക, ഓക്സിൻ സഹായിക്കുക. പിന്നെ ഇൻഹിബിറ്റ് ലാറ്ററൽ ബഡ് ഗ്രോത്ത്, റെഗുലേറ്റ് ചെയ്ത് എന്ത്, ട്രോപ്പിക് മൂവ്മെന്റ്സ് അല്ലെ. മൂവ്മെന്റ്സ് ഒക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു അല്ലെ, റെഗുലേറ്റ് ട്രോപ്പിക് മൂവ്മെന്റ്സ്. പിന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത് എന്ത്, ഫോർമേഷൻ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഫോർമേറ്റ് ചെയ്യാൻ ആരാ സഹായിക്കണേ, ഓക്സിൻ ആണ്. പിന്നെ നമ്മുടെ എത്തിലിൻ എന്താ ചെയ്യുക, റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ് അല്ലെ, മഞ്ഞ നിറാവാൻ ഇലകളിലൊക്കെ. പിന്നെ എന്താണ്, ഫ്രൂട്ട്സ് പഴുക്കാനൊക്കെ സഹായിക്കുന്ന ആരാണ്, എത്തിലിനാണ്. അബ്സിസിക് ആസിഡ് ആണ് എന്ത്, ഇത് കൊഴിഞ്ഞു
പൊടിഞ്ഞു വീഴാനൊക്കെ ആരാണ് സഹായിക്കുന്നത്? ഏത് ഹോർമോൺസ് ആണ്? അബ്സിസിക് ആസിഡ് ആണ്. പഴം പാകമായിട്ട് വീഴാനായിട്ട് പിന്നെ എത്തിലിനും സഹായിക്കും കേട്ടോ. അപ്പോൾ അബ്സിസിക് ആസിഡ് ആണോ എത്തിലിനാണോ നമ്മുടെ ബ്രാക്കറ്റിലുള്ളതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് എഴുതാം കേട്ടോ.